കഴിഞ്ഞ ദിവസം നമ്മൾ അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷനും രണ്ടാമത് ലിനയസിന്റെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനും പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ത്രീ ഡൊമൈൻ സിസ്റ്റം. ത്രീ ഡൊമൈൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇത് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് കോൾ വൂസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ത്രീ ഡൊമൈൻ സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ സയന്റിസ്റ്റ് കാൾഡ് കോൾ വൂസ്. ഇദ്ദേഹം കിങ്ഡത്തിനെയല്ല ഡൊമൈൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ടു കിങ്ഡം അല്ലെങ്കിൽ ഫൈവ് കിങ്ഡം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ കിങ്ഡത്തിന് പകരം അദ്ദേഹം ഉപയോഗിച്ച ടേം ആണ് ഡൊമൈന്. ഇവിടെ ഓർഗാനിസത്തിനെ 3 ഡൊമൈൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആർക്കിയ എന്നും ബാക്ടീരിയ എന്നും യൂകാരിയ എന്നും. കാൾ വൂസ് classified the living organisms into 3 domain. Domain means kingdom. Domain എന്ന് പറഞ്ഞാൽ kingdom ആണ്. That is, the first domain is called archaea. Second one is called bacteria. Third one is called eukarya. Then the prokaryotes are introduced into archaea, either archaea or bacteria. അതായത് പ്രോകാരിയോട്ടിനെ എല്ലാം കൂടെ ആർക്കിയയിലോ ബാക്ടീരിയയിലോ ഉൾപ്പെടുത്തി, യൂകാരിയോട്ടിനെ എല്ലാം കൂടെ യൂകാരിയയിലോ ഉൾപ്പെടുത്തി. സിസ്റ്റം എന്ന് പറയുന്നത് ഓർഗാനിസത്തിനെ ആർക്കിയ എന്നോ ബാക്ടീരിയ എന്നും യൂകാരിയ എന്നും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൽ ആർക്കിയയ്ക്കകത്തും ബാക്ടീരിയയ്ക്കകത്തും ഉൾപ്പെടുന്ന ഓർഗാനിസംസ് എല്ലാം പ്രോകാരിയോട്ടാണ്. ഒന്നുകിൽ അത് ആർക്കിയയിൽ ഉൾപ്പെടാം അല്ലെങ്കിൽ ബാക്ടീരിയയിൽ ഉൾപ്പെടാം. പിന്നെ യൂകാരിയോട്ടുകളെല്ലാം യൂകാരിയോയിലും ഉൾപ്പെടും. Prokaryotes are introduced into either archaea or bacteria. Eukaryotes are introduced into eukarya. This is the 3 domain system of Carl Woese classification. Now we have to study about the important and following classification is 5 kingdom classification. അതായത് നമ്മൾ ഫോളോ ചെയ്യുന്നതും നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത് R.H. വിറ്റാക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1969 കൊണ്ടുവന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്ന ക്ലാസിഫിക്കേഷനാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് R.H. വിറ്റാക്കർ. അത് 1969. അദ്ദേഹം 5 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ. 5 മാനദണ്ഡങ്ങളാണ് ഈ ക്ലാസിഫിക്കേഷന് വേണ്ടി അദ്ദേഹം എടുത്തത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സെൽ സ്ട്രക്ചർ. സെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കോശം. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഘടന. രണ്ടാമത്തത് താലസ് ഓർഗനൈസേഷൻ. താലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് എന്നോ സ്റ്റെം എന്നോ ലീവ്സ് എന്നോ തരംതിരിക്കാത്ത പ്ലാന്റ് ബോഡിയാണ് താലസ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ താലസ് എന്ന് പറയുന്നതിനകത്ത് റൂട്ടൊന്നും കാണത്തില്ല, സ്റ്റെം എന്നും കാണത്തില്ല, അതുപോലെ ലീവ്സ് ഒന്നും കാണത്തില്ല. ഉദാഹരണം പായൽ ഒരു എക്സാമ്പിൾ ആണ്. താലസ് എന്ന് പറഞ്ഞാൽ there is no differentiation into അല്ലെങ്കിൽ there is no distinction into root, stem, leaves. Then the third criteria is mode of nutrition. You are familiar about the nutrition. Nutrition എന്ന് പറഞ്ഞാൽ പോഷണം. പോഷണം എന്ന് പറഞ്ഞാൽ അതായത് ജീവജാലങ്ങളെ അവയുടെ പോഷണ രീതിയുടെ അടിസ്ഥാനത്തിൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നവരെന്നും സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാത്തവരെന്നും 2 ആയിട്ട് തരംതിരിക്കാം. അതൊക്കെ ഇനി നമുക്ക് പഠിക്കാനുണ്ട്. കാരണം അവരുടെ ആഹാര രീതിയാണ് ന്യൂട്രീഷൻ. പിന്നെ അടുത്തതാണ് 4th വൺ ഈസ് കാൾഡ് റീപ്രൊഡക്ഷൻ.
റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ്, പുതിയ ഇൻഡിവിജ്വൽസിനെ ഉൽപ്പാദിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് റീപ്രൊഡക്ഷൻ. അന്നേരം ഒന്ന് സെൽ സ്ട്രക്ചർ, അതായത് കോശത്തിന്റെ ഘടനയുടെ അടിസ്ഥാനത്തില്. രണ്ട് താലസിന്റെ ഓർഗനൈസേഷന്റെ അടിസ്ഥാനത്തില്. താലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് എന്നോ സ്റ്റെം എന്നോ ലീസ് എന്നോ വേർതിരിച്ചറിയാൻ പറ്റാത്ത പ്ലാന്റ് ബോഡിയെ പറയുന്ന പേരാണ് താലസ്. മൂന്നാമത്തത് മോഡ് ഓഫ് ന്യൂട്രീഷൻ. നാലാമത്തത് റീപ്രൊഡക്ഷൻ. അഞ്ചാമത്തത് ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്പ്. ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഫൈലോജെനി എന്ന് പറഞ്ഞാൽ ഇവല്യൂഷൻ. ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിണാമം. അന്നേരം പരിണാമത്തിന്റെ ബേസിസിലുള്ള, അതിന്റെ റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്പ്. അന്നേരം R.H. Whittaker introduced the five kingdom classification. He classified the living organisms into based on 5 criteria. That is, the first one is cell structure, second one is thallus organization, third one is mode of nutrition, fourth one is reproduction, and fifth one is phylogenetic relationship. ഇങ്ങനെ 5 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. ഇദ്ദേഹം ലിവിങ് ഓർഗാനിസത്തിനെ 5 കിങ്ഡമായിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യത്തെ കിങ്ഡത്തിനെ കിങ്ഡം മൊണീറ എന്നും, രണ്ടാമത്തെ കിങ്ഡത്തിനെ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്നും, മൂന്നാമത്തെ കിങ്ഡത്തിനെ കിങ്ഡം ഫഞ്ച് എന്നും, നാലാമത്തെ കിങ്ഡത്തിനെ കിങ്ഡം പ്ലാന്റ് എന്നും, അഞ്ചാമത്തെ കിങ്ഡത്തിനെ കിങ്ഡം അനിമാലിയ എന്നും ക്ലാസിഫൈ ചെയ്തു. അന്നേരം he classified the living organisms into 5 kingdoms. They are kingdom Monera, kingdom Protista, kingdom Fungi, kingdom Plantae, kingdom Animalia. ഇനി നമ്മൾ ഈ ടെസ്റ്റിനകത്ത് ഫോളോ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ഇതാണ്. ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ 5 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ക്രൈറ്റീരിയ പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ ക്ലാസിഫിക്കേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അന്നേരം 5 കിങ്ഡമായിട്ട് ഡിവൈഡ് ചെയ്തു. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചെ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമാലിയ. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്, ഈ ക്ലാസിഫിക്കേഷനെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെസ്റ്റിൽ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഇനി ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾ ആ ചാർട്ട് കയ്യിലെടുത്ത് വെച്ച് വേണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നോക്കാൻ. എന്നിട്ട് പിന്നെ ഈ ക്ലാസിഫിക്കേഷന്റെ അഡ്വാൻറ്റേജസും വേണം ഡിസഡ്വാൻറ്റേജസും ആണ് പഠിക്കാനുള്ളത്. അത് പഠിച്ചു തീർന്നെങ്കിലേ ഈ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ്. നിങ്ങളുടെ ടെസ്റ്റിനകത്ത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി 5 കിങ്ഡം എന്നും പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ടെസ്റ്റ് ഓപ്പൺ ചെയ്ത് ആ ടേബിൾ നോക്കുക. ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാ. നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ക്യാരക്ടേഴ്സ് ആണ് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ടെസ്റ്റ് ഓപ്പൺ ചെയ്യാതെ ആരും ഈ ക്ലാസ്സിൽ ഇരിക്കരുത്. എന്താന്ന് വെച്ചാൽ ടെസ്റ്റ് നോക്കിയിരുന്നെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതിൽ ആദ്യത്തെ കോളത്തില് സെൽ ടൈപ്പ് എന്നും, സെൽ വാൾ എന്നും, ന്യൂക്ലിയർ മെമ്പറൈൻ എന്നും, ബോഡി ഓർഗനൈസേഷൻ എന്നും, മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തത് സെൽ ടൈപ്പ്. മൊണീറയ്ക്കകത്ത് സെൽ ടൈപ്പിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രോക്യാരിയോട്ട്, ബാക്കി എല്ലാം യൂക്യാരിയോട്ട്. അന്നേരം കിങ്ഡം മൊണീറയുടെ സെൽ ടൈപ്പ് ചോദിക്കുവാണെങ്കിൽ പ്രോക്യാരിയോട്ടും, ബാക്കി എല്ലാ കിങ്ഡത്തിന്റെയും സെൽ ടൈപ്പ് എന്ന് പറയുന്നത് യൂക്യാരിയോട്ടുമാണ്. പ്രോക്യാരിയോട്ട് എന്താ, യൂക്യാരിയോട്ട് എന്താന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. ഇനി രണ്ടാമത്തെ ക്യാരക്ടർ അവിടെ കൊടുത്തിരിക്കുന്നത് സെൽ വാൾ. അതില് മൊണീറയുടെ സെൽ വാൾ നോൺ സെല്ലുലോസിക് ആണ്. നോൺ സെല്ലുലോസിക് എന്ന് പറഞ്ഞാൽ സെല്ലുലോസ് കൊണ്ട് നിർമ്മിക്കപ്പെടാത്തതിനെ പറയുന്ന പേരാണ് നോൺ സെല്ലുലോസിക്. സാധാരണ എല്ലാത്തിന്റെയും സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്.
പക്ഷെ നമ്മുടെ കിങ്ഡം മൊണീറയുടെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടല്ല, അവിടെ പോളിസാക്കറൈഡുകൾ കൊണ്ടും അമിനോ ആസിഡുകൾ കൊണ്ടുമാണ്. അന്നേരം മൊണീറയുടെ സെൽ വാൾ എന്ന് പറയുന്നത് നോൺ സെല്ലുലോസിക് ആണ്. അതായത് അവിടെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് പോളിസാക്കറൈഡ് കൊണ്ടും അമിനോ ആസിഡ് കൊണ്ടുമാണ്. ഇനി പ്രോട്ടിസ്റ്റയ്ക്കകത്ത് പ്രസന്റ് ഇൻ സം, ചിലതിനകത്ത് മാത്രം സെൽ വാൾ ഉണ്ട്. ഫഞ്ചയ്ക്കകത്ത് സെൽ വാൾ ഉണ്ട്, പക്ഷെ സെല്ലുലോസ് അല്ല. പിന്നെ അവിടെ കൈറ്റിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് കൈറ്റിൻ. അതിന് നമുക്ക് പഠിക്കാനുണ്ട്. പ്ലാന്റിക്കകത്ത് സെൽ വാൾ ഉണ്ട്, അത് സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ആനിമൽസിന് സെൽ വാള് ആബ്സെന്റ് ആണ്. അന്നേരം പ്രോക്യാരിയോട്ടിന്റെ സെൽ വാള് നോൺ സെല്ലുലോസിക് ആണ്. അത് പോളിസാക്കറൈഡ് കൊണ്ടും അമിനോ ആസിഡ് കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രോട്ടിസ്റ്റയ്ക്കകത്ത് ചിലരിൽ മാത്രമേ സെൽ വാൾ ഉള്ളൂ. ഫഞ്ചയ്ക്കകത്ത് എല്ലാരിലും സെൽ വാൾ ഉണ്ട്, പക്ഷേ സെല്ലുലോസ് അല്ല, കൈറ്റിനാണ്. പ്ലാന്റിക്കകത്ത് സെൽ വാൾ ഉണ്ട്, സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അനിമാലയ്ക്കകത്ത് സെൽ വാൾ ഇല്ല, ആബ്സെന്റ് ആണ്. ആനിമൽസും പ്ലാന്റ്സും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ആനിമൽസിന് സെൽ വാൾ ഇല്ല, എന്നാൽ പ്ലാന്റ്സിന് സെൽ വാൾ ഉണ്ട്. ഇനി മൂന്നാമത്തെ ക്യാരക്ടറാണ് ന്യൂക്ലിയർ മെംബ്രൈൻ. അതായത് ന്യൂക്ലിയസിന് ചുറ്റും കാണപ്പെടുന്ന മെംബ്രൈൻ ആണ് ന്യൂക്ലിയർ മെംബ്രൈൻ. മൊണീറ എന്ന് പറയുന്നത് ഒരു പ്രോക്യാരിയോട്ട് ആയതുകൊണ്ട് ന്യൂക്ലിയർ മെംബ്രൈൻ ആബ്സെന്റ് ആണ്. എന്നാൽ ബാക്കി എല്ലാ കിങ്ഡത്തിലും ന്യൂക്ലിയർ മെംബ്രൈൻ പ്രസന്റ് ആണ്. ബാക്കി എല്ലാ കിങ്ഡവും യൂകാരിയോട്ട് ആയതുകൊണ്ട് അതിനകത്തെല്ലാം ന്യൂക്ലിയർ മെംബ്രൈൻ ഉണ്ട്. പക്ഷേ പിന്നെ മൊണീറ പ്രോക്യാരിയോട്ട് ആയതുകൊണ്ട് അതിനകത്ത് ന്യൂക്ലിയർ മെംബ്രൈൻ ആബ്സെന്റ് ആണ്. ഇനി അടുത്ത ക്യാരക്ടറാണ് ബോഡി ഓർഗനൈസേഷൻ. അതായത് മൊണീറയ്ക്കകത്ത് സെല്ലുലാർ ടൈപ്പാണ്, എന്ന് പറഞ്ഞാൽ സെല്ല് മാത്രമേ ഉള്ളൂ. പ്രോട്ടിസ്റ്റയ്ക്കകത്ത് സെല്ലുലാർ ആണ്, സെല്ല് മാത്രമേ ഉള്ളൂ. എന്നാൽ ഫഞ്ചയ്ക്കകത്ത് മൾട്ടി സെല്ലുലാറും ഉണ്ട്, ലൂസ് ടിഷ്യൂ ഉണ്ട്. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സെല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനെ പറയുന്ന പേരാണ് മൾട്ടി സെല്ലുലാർ. പിന്നെ ടിഷ്യൂ എന്ന് പറഞ്ഞാല് ഒരേ ഫംഗ്ഷൻ നിർവഹിക്കുന്നതും ഒരേ ഘടനയുള്ളതുമായ ഒരു കൂട്ടം കോശങ്ങളെ പറയുന്ന പേരാണ് ടിഷ്യൂ. അന്നേരം ഒന്നിൽ കൂടുതൽ സെല്ല് ഉണ്ടായതുകൊണ്ട് അത് എന്തായിട്ട് മാറിയിരിക്കുന്നു? ടിഷ്യൂ ആയിട്ട് മാറിയിരിക്കുന്നു. ഇനി പ്ലാന്റ് ആവുമ്പോഴത്തേന് ടിഷ്യൂ ടിഷ്യൂ ഉണ്ട്, ടിഷ്യൂ എന്നിട്ട് ഓർഗൻ ആയിട്ട് അവയവമായിട്ട് മാറിയിരിക്കുന്നു. അനിമൽസ് ആയപ്പോഴത്തേന് ടിഷ്യൂ ഓർഗനായി, ഓർഗൻ പിന്നെ ഓർഗൻ സിസ്റ്റമായിട്ട് മാറി. അന്നേരം ബോഡി ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ ആദ്യത്തെ 2 കിങ്ഡത്തിനകത്തും സെല്ലുലാർ ആണ്. മൂന്നാമത്തെ കിങ്ഡത്തിൽ മൾട്ടി സെല്ലുലാറോ ലൂസ് ടിഷ്യൂ ആണ്. പ്ലാന്റിനകത്ത് ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഉണ്ട്. ആനിമൽസ് ആകുമ്പോഴത്തേന് ടിഷ്യൂ ഉണ്ട്, ഓർഗൻ ഉണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്. ലാസ്റ്റ് ക്യാരക്ടറാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ എടുക്കുമ്പോൾ മൊണീറയെ നമുക്ക് ഓട്ടോട്രോഫിക് എന്നും ഹെട്രോട്രോഫിക് എന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ടെസ്റ്റ് നോക്കിയിരിക്കണം, ഇല്ലെങ്കിൽ ഇത് മനസ്സിലാവത്തില്ല. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളതിനെ ഓട്ടോട്രോഫിക് എന്നും, ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരെ ഹെട്രോട്രോഫിക് എന്നും പറയുന്നു. മലയാളത്തിൽ സ്വപോഷികൾ എന്നും പരപോഷികൾ എന്നും പറയുന്നു. അന്നേരം മോഡ് ഓഫ് ന്യൂട്രീഷന്റെ അടിസ്ഥാനത്തിൽ മൊണീറയിലുള്ള ഓർഗാനിസത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓട്ടോട്രോഫിക് എന്നും ഹെട്രോട്രോഫിക് എന്നും. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളവര് ഓട്ടോട്രോഫിക്കും, ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരെ ഹെട്രോട്രോഫിക് എന്നും പറയുന്നു. ഓട്ടോട്രോഫിക്കിൽ തന്നെ കീമോസിന്തറ്റിക്കുമുണ്ട്, ഫോട്ടോസിന്തറ്റിക്കുമുണ്ട്. ടെസ്റ്റ് നോക്കണേ. കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ കെമിക്കൽസിൽ നിന്ന് എനർജി കിട്ടുന്നവരെ കീമോസിന്തറ്റിക് എന്നും, ഫോട്ടോസിന്തസിസിലൂടെ എനർജി കിട്ടുന്നവരെ ഫോട്ടോസിന്തറ്റിക് എന്നും ഡിവൈഡ് ചെയ്യാം. ഹെട്രോട്രോഫിക്കിനകത്ത് സാപ്രോഫൈറ്റിക്കുമുണ്ട്, പാരസൈറ്റിക്കുമുണ്ട്. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തിൽ ജീവിച്ച്
ജീവിക്കുന്നവരെ സാപ്രോഫൈറ്റിക് എന്നും, പാരസൈറ്റിക് എന്ന് വെച്ചാൽ മറ്റുള്ള ജീവജാലങ്ങളുടെ ബോഡിയിൽ താമസിച്ച് അവരുടെ ബോഡിയിലുള്ള ആഹാരം ഊറ്റി കുടിക്കുന്നവരെ പാരസൈറ്റിക് എന്നും പറയാം. അന്നേരം കിങ്ഡം മൊണീറയിലുള്ള ഓർഗാനിസത്തിനെ ന്യൂട്രീഷന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോട്രോപിക് എന്നും ഹെറ്റോട്രോപിക് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓട്ടോട്രോപിക് എന്ന് പറഞ്ഞാൽ they can synthesize their own food material. ഹെറ്റോട്രോപിക് എന്ന് പറഞ്ഞാൽ they depend on other organism for food. ഓട്ടോട്രോപിക് തന്നെ രണ്ടെണ്ണം ഉണ്ട്, കീമോസിന്തറ്റിക്കും ഉണ്ട്, ഫോട്ടോസിന്തറ്റിക്കും ഉണ്ട്. കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ they get energy from the oxidation of chemicals. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ they get energy from photosynthesis. ഇനി ഹെറ്റോട്രോപിക്കിനകത്ത് വരുന്നതാണ് സാപ്രോഫൈറ്റിക്കും പാരസൈറ്റിക്കും. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയും ചത്തഴുകിയവരിൽ കാണപ്പെടുന്നതാണ് സാപ്രോഫൈറ്റുകള്. പാരസൈറ്റുകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജീവജാലങ്ങളുടെ ബോഡിയിൽ താമസിക്കുന്നതാണ് പാരസൈറ്റ്. ഇനി പ്രോട്ടിസ്റ്റയിലുള്ളവരെല്ലാം ഓട്ടോട്രോപിക്കുകളുമുണ്ട് ഹെറ്റോട്രോപിക്കുകളുമുണ്ട്. അതിൽ ഓട്ടോട്രോപിക്കിൽ ഫോട്ടോസിന്തറ്റിക് മാത്രമേ ഉള്ളൂ. ഫംഗസുകളെല്ലാം ഫഞ്ചയിലുള്ളവരെല്ലാം ഹെറ്റോട്രോപിക്കുകളാണ്, അത് സാപ്രോഫൈറ്റുകളും പാരസൈറ്റുകളുമാണ്. പ്ലാന്റയിലുള്ളവരെല്ലാം ഓട്ടോട്രോപിക്കുകളാണ്, ഫോട്ടോസിന്തറ്റിക്കുകളുമാണ്. ആനിമൽസിലുള്ളവരെല്ലാം ഹെറ്ററോട്രോപിക് ആണ്, അത് ഹോളോസുവോയിക്കുമുണ്ട് സാപ്രോഫൈറ്റിക്കും ഉണ്ട്. ഹോളോസുവോയിക് എന്ന് പറഞ്ഞാൽ ആഹാരം വിഴുങ്ങുന്നവരാണ് ഹോളോസുവോയിക്ക്. സാപ്രോഫൈറ്റിക്ക് നിങ്ങൾക്കറിയാം. അന്നേരം മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാല് മൊണീറയില് ഓട്ടോട്രോപിക്കും ഹെറ്റോട്രോപിക്കും. ഓട്ടോട്രോപിക്കിനെ കീമോസിന്തറ്റിക് എന്നും ഫോട്ടോസിന്തറ്റിക് എന്നും, ഹെറ്റോട്രോപിക്കിനെ പാരസൈറ്റ് എന്നും സാപ്രോഫൈറ്റ് എന്നും. പ്രോട്ടിസ്റ്റയ്ക്കകത്ത് ഓട്ടോട്രോപിക്കുകളാണ്, അത് ഓട്ടോട്രോപിക്കും ഉണ്ട് ഹെറ്റോട്രോപിക്കും ഉണ്ട്. ഓട്ടോട്രോപിക്ക് ഫോട്ടോസിന്തറ്റിക്കുകളാണ്. ഫഞ്ചയിലാണെങ്കിൽ എല്ലാം ഹെറ്റോട്രോപിക്കുകളാണ്, അവ സാപ്രോഫൈറ്റിക്കും ഉണ്ട് പാരസൈറ്റിക്കും ഉണ്ട്. പ്ലാന്റ്സിനകത്ത് എല്ലാം ഓട്ടോട്രോപിക് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. ആനിമൽസിലെല്ലാം ഹെറ്റോട്രോപിക് ആണ്, ഹോളോസുവോയിക്കുമുണ്ട് സാപ്രോഫൈറ്റിക്കുമുണ്ട്. ടെസ്റ്റ് നോക്കി തന്നെ ഇരിക്കുക. ഈ ഒരു ചാർട്ടിന് എല്ലാവരും ടെസ്റ്റ് എടുത്തു വെക്കുക, ടെസ്റ്റ് നോക്കിയിരിക്കുക. ഞാൻ ഈ പറയുന്നത് ടെസ്റ്റ് നോക്കിയിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഈ വലിയൊരു ചാർട്ട് എനിക്ക് ബോഡി വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ബോഡി ചെറുതാണ്, അതിന് നമുക്കത് വരച്ച് തീർക്കാൻ പാടാം. അതുകൊണ്ടാണ് ടെസ്റ്റ് നോക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് പഠിക്കാനുള്ളത്. അന്നേരം ഫൈവ് കിങ്ഡം കൊണ്ടുവന്നത് വിദാക്കർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. 1969 കൊണ്ടുവന്നത്. അദ്ദേഹം 5 ക്രിട്ടീരിയയുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. എന്നിട്ട് ഇതിനകത്ത് 5 കിങ്ഡമായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ കിങ്ഡത്തിന്റെ ക്യാരക്ടേഴ്സ് ആണ് നമ്മളിപ്പം പറഞ്ഞത്. ഇനി നമുക്ക് ഈ കിങ്ഡത്തിന്റെ മെറിറ്റും പഠിക്കണം, ഡീമെറിറ്റും പഠിക്കണം.